ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാജേഷേട്ടൻ്റെ വീട്ടിലെത്തി കേട്ടോ. വിരുന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പോന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഇതാ രാജേട്ടൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ അപ്പോൾ സാമ്പാർ വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു ഉച്ചയ്ക്ക് ഉള്ളത്. അപ്പോൾ അത് കൊണ്ടുവന്ന് വന്നിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ രാജേട്ടൻ കറി വയ്ക്കാനുള്ള കുറച്ച് കുറച്ച് വെണ്ടയ്ക്കൊക്കെ വേണമായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടി താഴെ ഉണ്ടായിരുന്നു. കുട്ടീനെയും താഴത്തെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പച്ചക്കറി അവൾക്കെല്ലാം മിഠായി ഒക്കെ മേടിച്ചിട്ട് വരിക കേട്ടോ. കൂട്ടത്തിലൊരു നമ്മൾ ചെറുപ്പത്തിൽ പറയുന്ന പോലെ ഒരു വാസന സോപ്പും മേടിച്ചിട്ടാ. കുട്ടിയുടെ സോപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പിയേഴ്സിൻ്റെ ഒരു സാധാ കവറില്ലാത്തൊരു സോപ്പ് മേടിച്ചു. അപ്പോൾ അങ്ങനെ ഇതാ രാജേട്ടൻ അങ്ങനെ ഞങ്ങൾക്ക് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ട് രാജേട്ടൻ പോയിട്ട് കുട്ടീനെ അവിടെ ആക്കിയിട്ട് അവളെ കുളിപ്പിച്ചിട്ടൊക്കെ ഡ്രസ്സ് മാറ്റിയിട്ടായിരുന്നു കേട്ടോ താഴത്തെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇനി അവൾക്ക് കഴിക്കാൻ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏട്ടൻ വരുമ്പോൾ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. അവളെ കിടത്തി ഉറക്കിയതിന് ശേഷം കേട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉരുളൻകിഴങ്ങും സവോളയൊക്കെ നുറുക്കി. പിന്നെ എന്താണെന്നറിയോ, എല്ലാം കൊണ്ടുവന്ന് നോക്കുമ്പോൾ സാമ്പാർ വയ്ക്കാനുള്ള മല്ലിപ്പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ. മല്ലിപ്പൊടിക്ക് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ച് പുളി ഒഴിച്ചു, കുമ്പളങ്ങയും കിഴങ്ങും എല്ലാ സാധനങ്ങളൊക്കെ അതേപോലെ വെണ്ടയ്ക്ക് ഉള്ളി എല്ലാം വാട്ടി റെഡിയാക്കി വെച്ചു കേട്ടോ. നോക്കുമ്പോൾ അതിലേക്കുള്ള പൊടി മല്ലിപ്പൊടി മാത്രമല്ല. പിന്നെ ലാസ്റ്റ് രാജേട്ടനെ വിളിച്ചിട്ടാണ് എനിക്ക് കിട്ടുന്നേ ഇല്ല കേട്ടോ. രാജേട്ടനെ കുറേ നേരം വിളിച്ചു, ഫോണ് സൈലൻ്റ് ആയിരുന്നു പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഒരു 12:30 ആയപ്പോഴാണ് ഫോൺ എടുത്തത് കേട്ടോ. അപ്പോൾ ശരി അന്നപ്പോൾ അങ്ങോട്ട് ഓട്ടമുണ്ട്, അപ്പോൾ വരുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ വഴുകും ഞാൻ അപ്പം തന്നെ പറയുകയും ചെയ്തു കേട്ടോ. പിന്നെ ഉണക്കൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മാന്തള മീനാട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനുള്ള സമയങ്ങൾ ഇതെല്ലാം വാട്ടിയെല്ലാം റെഡിയാക്കി വെച്ച് എന്നാൽ പിന്നെ മല്ലിപ്പൊടിയും കൊണ്ടുവന്ന് അതും കൂടി അതിലിട്ടിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് കുട്ടിയുടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കേണ്ടായിരുന്നു, കഴിച്ച പാത്രങ്ങളും. പിന്നെ അതേപോലെ ഉണക്കമീൻ നന്നാക്കി അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞളും മുളകൊക്കെ പുരട്ടി വെക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഏട്ടൻ വഴുകുകയാണെന്നുണ്ടെങ്കിൽ മീൻ വറുത്തെങ്കിലും വെക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴത്തെ പിന്നെ ഏട്ടൻ ഞാൻ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചേട്ടൻ വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സാമ്പാർ വെക്കാനുള്ള തിരക്കിലാണ്. സാമ്പാർ വെക്കാനെന്ന് പറഞ്ഞാലും പോരാ കേട്ടോ. സാമ്പാർ വെക്കാൻ തുടങ്ങിയപ്പോഴേ ഇന്ന് സാമ്പാർ വെക്കാമെന്ന് പറഞ്ഞപ്പോഴേ ഇന്ന് മൊത്തത്തിൽ പണി പാളിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെ തേങ്ങയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. തേങ്ങ കുറേ ദിവസമായി കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലുമില്ല തേങ്ങ. പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവന്ന് തരുമായിരുന്നു കേട്ടോ, ഒറ്റപ്പാലത്തു നിന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ അവരൊക്കെ വന്നിട്ട് കുറേ ദിവസമായി. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ കൊണ്ടുവരും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരും. അങ്ങനെ അവിടെ നിന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും തരുന്ന തേങ്ങയൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് തേങ്ങയൊക്കെ കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഏട്ടൻ 2 ദിവസം മുന്നേ എന്താ പറയുക, ഞങ്ങൾ വരുന്നതിൻ്റെ തലേസറ്റേ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 തേങ്ങ മേടിച്ചു. ആ തേങ്ങ മേടിച്ചിട്ട് ഉടച്ചു നോക്കുമ്പോൾ നോക്ക് മൊത്തത്തിൽ പണിയാണ്, പാളിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. 2 തേങ്ങയും പൊട്ട തേങ്ങ കേട്ടോ. ഏട്ടൻ രാവിലെ പറഞ്ഞൊന്ന് തേങ്ങ അരച്ച കറിയൊക്കെ വെച്ചാലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്നാൽ സാമ്പാറിനുള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് എന്നാൽ വെക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ കേട്ടോ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞത്. ലാസ്റ്റ് നോക്കുമ്പോൾ എന്താ പറയുക, തേങ്ങയും കെട്ടുപോയി. പിന്നെ ഒന്നുമില്ല, പിന്നെ തേങ്ങ അരയ്ക്കാത്ത സാമ്പാർ വെച്ചു കേട്ടോ. അപ്പം അങ്ങനെ രാജേട്ടൻ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇനി മീനൊക്കെ അടുപ്പത്തായി, കറിയായി കേട്ടോ. പിന്നെ ഇപ്പോൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ സാധാ നമ്മുടെ സാമ്പാർ കേട്ടോ. കുറച്ച് കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് സാധാ സാമ്പാർ, കുറച്ച് പുളിയൊക്കെ ഒഴിച്ച് കൊഴുപ്പൂടോട് കൂടി വെച്ചാൽ കൂടുതൽ വെള്ളലാണ്ടൊക്കെ വെച്ചാലേ കഷ്ണങ്ങളൊക്കെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറയണത്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ആണ്, എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഓരോ എന്താ പറയുക നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ള ആൾക്കാരാണല്ലോ നിങ്ങൾ. അപ്പം ഞാൻ ചേച്ചിമാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ചേച്ചിമാർ മെസ്സേജ് അയച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഞാൻ ആരെയും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അതേപോലെ തന്നെ ചേച്ചിമാർക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അവസരത്തിൽ ഞാൻ ചേച്ചിമാരോട് എല്ലാവരോടും സോറി പറയുന്നു കേട്ടോ. സോറി ചോദിക്കുന്നു. എനിക്കങ്ങനെ മടിയൊന്നുമില്ല, കാരണം നമ്മളാരും വലിയവരൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ
എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു കേട്ടോ. എനിക്ക് എല്ലാവരും വേണം, നിങ്ങളെ ഓരോരുത്തരും. എൻ്റെ യൂട്യൂബ് ഫാമിലി പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലെ എല്ലാ അംഗങ്ങളെ പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് നിങ്ങളും. അപ്പം നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല ഞാൻ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടോ, മുളക് വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, സോറി, റിയലി സോറി കേട്ടോ. ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി. അപ്പം അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുളക് വറുത്തതും ഉണ്ട്, അതേപോലെ മീൻ പൊരിച്ചതും ഉണ്ട്. അതൊക്കെ മതിയല്ലോ, തന്നെ ധാരാളമല്ലേ. അപ്പോൾ ധനി ബേബി അപ്പോഴത്തേനും എണീറ്റ് കിട്ടോ, ഭക്ഷണം കഴിക്കാനൊന്നും വയ്ക്കാതെ. അപ്പോൾ അവളൊന്നും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ചോറൊന്നും കഴിക്കുന്നൊന്നുമില്ല കേട്ടോ. എന്നാലും ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് അധികം ഇങ്ങനെ എരിവില്ലാത്ത കറി, കഷ്ണങ്ങളൊക്കെ കുമ്പളങ്ങ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒരു 2 വെറ്റ് ഇങ്ങനെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് അവൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും. ചിലപ്പോൾ അതിനൊരു 2-3 വെറ്റൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുമെങ്കിലും, അപ്പോൾ ചിലപ്പോൾ അത് അവിടുത്തെ അങ്ങനെ തന്നെ വെക്കും, ചിലപ്പോൾ അത് കൊട്ടി തൂക്കും, അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. എന്നാലും നമ്മൾ ഇനി നമുക്ക് എന്തെങ്കിലും നമ്മൾ കഴിക്കുമ്പോഴെങ്കിലും അവൾക്ക് കഴിക്കണമെന്ന് തോന്നിയിട്ട് കഴിച്ചെങ്കിലും എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ എന്താ പറയുക, അമ്മായി ചോറ് കഴിക്കണുള്ളൂ കേട്ടോ. എന്നാൽ അമ്മായിയുടെ വരക ഈ മത്തൻ കറി ഉണ്ട് കേട്ടോ. ഞാൻ സാമ്പാറും വെച്ച് മീൻ വറുത്തപ്പോഴത്തേന് അമ്മായി ചോറ് വെച്ച് അതുപോലെ മത്തൻ കറിയും വെച്ചിരിക്കണം. മത്തനെ വീട്ടിലുണ്ടായ മത്തൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആകെ 2 ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരെണ്ണം എന്താണ് അവർ ആദ്യം വെച്ചിരിക്കണു, പിന്നെ ഞാൻ വന്നിട്ടാണ് കേട്ടോ ഒരെണ്ണം പൊട്ടിച്ചത്. അപ്പോഴത്തേന് തന്നെ നല്ല പഴുത്തിരിക്കണു മത്തന്. അപ്പോൾ അങ്ങനെ അമ്മായി അതിൻ്റെ ഒരു മുറി ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു മുറി അമ്മായി വെച്ചു. കുറച്ച് പയറും ഉണ്ടായിരുന്നു, വെള്ളപ്പയർ, അത് ചേർത്ത് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അതും കൂട്ടി. അപ്പോൾ രാശേട്ടൻ അതിൽ ശർക്കര ഒരു സ്പൂൺ കൂടി എടുത്തില്ല കേട്ടോ മത്തൻ കറിയുടെ. അപ്പോൾ ഞാൻ കുറച്ച്, അമ്മായി എനിക്ക് കുറച്ച് വിളമ്പി തന്നു. അപ്പോൾ ഞാനതും കൂട്ടിയിട്ട് സാമ്പാറും എല്ലാം കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ അമ്മായി കുട്ടിക്ക് എന്തോ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടാണ് അമ്മായിയുടെ ചോറ് എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും തന്നെ വീട്ടിൽ നിന്ന് അവിടെ ആകുമ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ കഴിക്കൊന്നുമില്ല, എന്നാലും ഓരോ വെറ്റൊക്കെ അങ്ങനെ പെറുക്കി തിന്നുന്നല്ലാണ്ട്. ഇവിടെ വന്നാലും തന്നെ നമ്മൾ കഴിക്കുമ്പോഴേ അവൾക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നണമെന്നൊക്കെ ഉണ്ടാവില്ല കുട്ടികൾ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് കൊടുക്കുക, പക്ഷെ ഒന്നും കഴിക്കുന്നില്ല കുട്ടി. ഇപ്പോൾ നമ്മൾ അതേപോലെ തന്നെ കോരരച്ച് കൊടുക്കുകയാണെങ്കിൽ ശരി, അവൾ കഴിക്കാൻ മടിയാണ് അവൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ. നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതേപോലെ ലൈവൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. ലൈവൊക്കെ 9 മണി 9:30 ആ സമയത്ത് ഒക്കെ കേട്ടോ ഞാൻ വരാറ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അതേപോലെ ലൈവ് കാണണം. ലൈവ് വരുമ്പോൾ എല്ലാവരും മെസ്സേജ് ഇടണം. എന്നാലേട്ടോ നിങ്ങൾ ലൈവിൽ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് എന്താ പറയുക മെസ്സേജൊക്കെ ഇടാറുണ്ട്, അപ്പോൾ റീപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ കുട്ടിയും രാശേട്ടനൊക്കെ റെസ്റ്റ് ചെയ്യാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഇതാ അമ്മായിമാർക്കുള്ള എന്താ പറയുക കാപ്പിയും അതുപോലെ രാശേട്ടനുള്ള ചായയൊക്കെ വെച്ച് ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അമ്മായി വെള്ളം പിടിക്കുകയാണ് മോട്ടർ ഇട്ടിട്ടേ. അപ്പോൾ മോട്ടർ ഇടുമ്പോൾ നമുക്ക് ആ സമയത്ത് തന്നെ അകത്തേക്കുള്ള വെള്ളം പിടിക്കാനുള്ള പൈപ്പ് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാണ് വെള്ളം പിടിച്ച് വെക്കുന്നത് അമ്മായി. അപ്പോൾ അമ്മായി ആ വെള്ളം പിടിക്കണതിൻ്റെ തിരക്കിലാണ്, ഞാനിത് അവിടെ കാപ്പി വെക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ പാല് കൊണ്ടുവരുമ്പോൾ കുറച്ച് പാല് മാറ്റി വയ്ക്കും. അപ്പോൾ ആ പാലും കൊണ്ടാണ് ഞങ്ങൾ വൈകിട്ട് ചായ വെക്കാറ് കേട്ടോ. പിന്നെ ധോനി ബേബിക്ക് കുറുക്കുണ്ടാക്കാനും എടുക്കും കുറച്ച് 2 നേരത്തിനുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വൈകിട്ടത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബായ്.